ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. പോസ്റ്റ് മെമ്മറിയം പീരീഡാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അവരുടെ ക്രാഫ്റ്റും ട്രേഡും എക്കണോമിയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓവറോൾ ഡിസ്കഷനാണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രാഫ്റ്റ്സ് ആണ്. ഈ ഒരു സാഗാസ് ആണെങ്കിലും കുഷൻസ് ആണെങ്കിലും സാത്വാഹനാസ് ആണെങ്കിലും തമിഴ് സ്റ്റേറ്റ് ആണെങ്കിലും ഏകദേശം ഒരു 200 BC AD 200 കാലഘട്ടം തന്നെയാണ് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ പോസ്റ്റ് മെമ്മറിയം പീരീഡിൽ നമുക്ക് ഏകദേശം 75 ടൈപ്പ് ഓഫ് ഒക്യുപ്പേഷൻസ് കാണാൻ പറ്റും. അതിൽ 60 എണ്ണവും ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ക്രാഫ്റ്റ്സ്മെൻസ് എല്ലാം അസോസിയേറ്റ് ചെയ്യുന്നത് ടൗൺസുമായിട്ടായിരുന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് ജോഗ്രഫിക്കൽ പോയിൻ്റ് പറയുകയാണെങ്കിൽ കരിംനഗർ തെലങ്കാന റീജിയനിൽ 2 സോണായിട്ടായിരുന്നു തിരിച്ചിരുന്നത്. ഒരു സോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പൻറ്റേഴ്സും ബ്ലാക്ക് സ്മിത്തും ഗോൾഡ് സ്മിത്തും പോട്ടേഴ്സും ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പ് സെറ്റിൽ ചെയ്ത റീജിയൻ. മറ്റേ എൻഡിലാണെങ്കിൽ അഗ്രികൾച്ചറും ലേബററും ഇവർ സെറ്റിൽ ചെയ്തൊരു സോൺ. ഇപ്പം നമ്മൾ ഇതിൽ ഈ ഒരു ക്രാഫ്റ്റ്സിൻ്റെ പറയുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒരു 8 ക്രാഫ്റ്റും റിലേറ്റ് ചെയ്യുന്നത് ഗോൾഡ്, സിൽവർ, ലെഡ്, ടിന്ന്, കോപ്പർ, അയൺ, സ്റ്റോൺ, ജുവൽസ്, ബ്രാസ് എന്ന് പറയുമ്പോൾ സിങ്ക്, ആൻറ്റിമണി, റെഡ് അഡ്സനിക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വർക്കാണ് ഈ ഒരു 8 ക്രാഫ്റ്റും റിലേറ്റ് ചെയ്യുന്നത്. പിന്നീട് ഇവിടുത്തെ ക്രാഫ്റ്റ്സ്മെൻസ് എല്ലാം മൈനിങ്ങിലാണെങ്കിലും മെറ്റലർജിയിലാണെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു. എങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽ അയൺ തന്നെയായിരുന്നു. അയണിൻ്റെ ടെക്നിക്കൽ നോളജ് വളരെ പ്രോഗ്രസീവായിരുന്നു. എസ്പെഷ്യലി കുഷൻ്റെയും സത്വാഹന ടൈമിൽ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ നോളജ് വളരെ പ്രോഗ്രസീവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റീജിയനിലെ എക്സ്കവേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വെപ്പൺസ്, ബാലൻസ് റോഡ്, പ്ലൗഷെയർ, സോക്കറ്റഡ് ആക്സ്, ഹോവ്സ്, സിക്കിൾസ്, റേസേഴ്സ് ഇതെല്ലാം നമുക്ക് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിൽ നമ്മൾ അയണും സ്റ്റീലും ഇന്ത്യയിൽ നിന്ന് എത്യോപ്യ, വെസ്റ്റേൺ പാർട്ട് ഓഫ് ഏഷ്യ, ഒരു അബിസിയൻ പോർട്ടിൽ എക്സ്പോർട്ട് ചെയ്തിരുന്നു. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ തന്നെയായിരുന്നു പോസ്റ്റ് മെമ്മറിയം പീരീഡിൽ. ഇനി മറ്റൊരു ക്രാഫ്റ്റായിട്ട് പറയുന്നത് ക്ലോത്ത് മേക്കിങ്ങും സിൽക്ക് വീവിങ്ങുമാണ്. ഇതൊരു ലക്ഷറി ആർട്ടിക്കിൾസ് ആയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. നമ്മൾ സിൽക്കും കോട്ടൺ ക്ലോത്തൊക്കെ ഒരുപാട് എക്സ്പോർട്ട് ചെയ്തിരുന്നു. എങ്കിലും മധുരയായിരുന്നു ഈ ഒരു ക്ലോത്ത് മാനുഫാക്ചറിങ്ങിൻ്റെ ഹബ്ബായിട്ട് പോസ്റ്റ് മെമ്മറിയം പീരീഡിൽ ആക്ട് ചെയ്തിരുന്നത്. ഇനി പുതിയൊരു പോസ്റ്റ് മെമ്മറിയം പീരീഡിൽ പുതിയൊരു ക്രാഫ്റ്റായിട്ട് യൂസ് ചെയ്തിരുന്നത് ഡൈയിങ് ആയിരുന്നു. കളർ മുക്കുക അല്ലേ, ഡൈയിങ് ആണ് മെയിനായിട്ട്. സൗത്ത് ഇന്ത്യൻ ടൗണിലായിരുന്നു ഈ ഒരു ക്രാഫ്റ്റ് കൂടുതലായിട്ടും യൂസ് ചെയ്തിരുന്നത്. പിന്നെ ടൗണിലേക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽ. ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽസ് വളരെ ഫ്ലറിഷ്ഡ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഓയിൽ യൂസേജ്. മാനുഫാക്ചറിങ് ഓഫ് ഓയിൽ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചത്. ഈ ഓയിൽസ് വീൽസിലൊക്കെ ആയിരുന്നു യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഒരുപാട് ക്രാഫ്റ്റ്സ് ഈ ഒരു കാലഘട്ടത്തിൽ ഫ്ലറിഷ് ചെയ്തിരുന്നു. അതായത് വീവേഴ്സ് ആണെങ്കിലും ഗോൾഡ് സ്മിത്ത്, ഡയേഴ്സ്, മെറ്റൽ വർക്കേഴ്സ്, ഐവറി മേക്കേഴ്സ്, ജുവലേഴ്സ്, സ്കൾപ്ചർ, ഫിഷർമെൻ, പെർഫ്യൂമേഴ്സ്, കൺസ്ട്രക്ടർ ഓഫ് കേവ്സ്, ഡോണേഴ്സ് ഓഫ് പില്ലേഴ്സ്, ഒത്തിരി. എങ്കിലും കുഷൻ പീരീഡിൽ കൂടുതലും ഇമ്പോർട്ടൻസ് വന്നത് ഗ്ലാസ് മാനുഫാക്ചറിങ്ങും ബീഡ് കട്ടിങ്ങും ആയിരുന്നു. അപ്പം ഈ ഒരു കുഷൻ പീരീഡിലാണ് ഈ ഗ്ലാസ് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്തിരുന്നത്. ഇനി ഇന്ത്യൻ ഐവറീസ് ഒക്കെ നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ റോമിൽ നിന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തിരിച്ച് റോമനിലെ ഗ്ലാസ് ഒബ്ജക്റ്റ് ടാക്സിലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ട്രേഡ് ലിങ്ക് വളരെ പ്രോമിനൻ്റ് ആയിരുന്നു പോസ്റ്റ് മെമ്മറിയം പീരീഡിൽ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിൻസ് ആണ്. കോയിൻസ് മിൻറ്റ് ചെയ്യുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്രാഫ്റ്റ് ആയിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ. മെയിനായിട്ട് കോയിൻസ് ഗോൾഡിൻ്റെ ഉണ്ട്, സിൽവർ ഉണ്ട്, കോപ്പർ, ബ്രോൺസ്, ലെഡ്, പോട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിൽവർ പോലുള്ളൊരു അലോയാണ്. അത് നമ്മൾ ഏർലിയർ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ക്രാഫ്റ്റ്മെൻസ് ഫേക്ക് റോമൻ കോയിൻസ് ഉണ്ടാക്കിയിരുന്നു. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലും ഡെക്കാൻ റീജിയനിലും ഫേക്ക് റോമൻ കോയിൻസ് ഒരുപാട് നമുക്ക് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന കണക്ക് ടെറാക്കോട്ട അതും ഒരു ക്രാഫ്റ്റ് ഷിപ്പായിരുന്നു. കുഷനും സദ്വാഹന സൈറ്റിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് സൈറ്റ് പറഞ്ഞാൽ യെല്ലീശ്വരം. മെയിനായിട്ട് ഈ ടെറാക്കോട്ട യൂസ് ചെയ്തിരുന്നത് അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാരായിരുന്നു.
ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസൻസ് ഒക്കെ ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർ സെക്കൻഡ് സെഞ്ച്വറി AD ഒക്കെ ആയപ്പോൾ അസോസിയേഷൻ ഫോം ചെയ്യാൻ തുടങ്ങി. ഈ അസോസിയേഷനെ ഗിൽഡ്സ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇനി ഇവരുടെ ഒരു എക്കണോമി നോക്കുവാണെങ്കിൽ റോമൻ എംപയറുമായിട്ട് തന്നെയായിരുന്നു ഇന്ത്യക്ക് ട്രേഡ് ലിങ്ക് ഉണ്ടായിരുന്നത്. ഇപ്പം പാർത്തിയൻസിന് പറയുകയാണെങ്കിൽ പാർത്തിയൻസ് ഇവിടുന്ന് അയണും സ്റ്റീലും ഒക്കെ അവരുടെ നാട്ടിലേക്ക് ഇറാനിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്നു. ഫസ്റ്റ് സെഞ്ച്വറി AD ഒക്കെ ആയപ്പോഴേക്കും മൺസൂൺ ഡിസ്കവർ ചെയ്തതോടെ ലാൻഡ് വഴിയുള്ള ട്രേഡിങ് നിർത്തിയിട്ട് കടൽ മാർഗമുള്ള ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ട്രേഡിങ് വളരെ പ്രോഗ്രസീവ് ആകാൻ തുടങ്ങി. കാരണം എളുപ്പം ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് അറേബ്യൻ സീയിലേക്ക് നമുക്ക് എത്താൻ പറ്റുമായിരുന്നു. അതുപോലെ സാഗായും കുഷൻസും ഒക്കെ മെയിനായിട്ട് 2 റൂട്ടുകളായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതായത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൽ നിന്ന് വെസ്റ്റേൺ കോസ്റ്റിലേക്ക് എത്താനുള്ള ഫസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സില വഴിയായിരുന്നു സെൻട്രൽ ഏഷ്യയെ കണക്ട് ചെയ്തിരുന്നത്. അതായത് ടാക്സില എന്ന് പറയുമ്പോൾ ആ ലോവർ ഇൻഡസ് ബേസിനാണ്. അവിടെ നിന്ന് സിൽക്ക് റൂട്ട് വഴിയായിരുന്നു സെൻട്രൽ ഏഷ്യ കണക്ട് ചെയ്തിരുന്നത്. സെക്കൻഡ് റൂട്ടും ടാക്സില വഴി തന്നെയായിരുന്നു, പക്ഷേ ഇച്ചിരി എലാബറേറ്റ് ആയിട്ടുള്ള വഴിയായിരുന്നു. അതായത് മോഡേൺ പഞ്ചാബ് വഴി യമുന കോസ്റ്റിൻ്റെ വെസ്റ്റേൺ പാർട്ടിൽ എത്തുക, അവിടുന്ന് എന്ത് ചെയ്യുക, മധുരയിലേക്ക് സൗത്ത് വേർഡിലേക്ക് പോവുക, എന്നിട്ട് വീണ്ടും മാൽവാ റീജിയനിലെത്തിയിട്ട് വീണ്ടും വെസ്റ്റേൺ കോസ്റ്റിലേക്ക് കണക്ട് ചെയ്യുക. അതൊരു വലിയ റൂട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൂട്ടായിരുന്നു കൂടുതലായിട്ടും, അതായത് ഉത്തരപഥയായിരുന്നു ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഈ റൂട്ടൊക്കെ യൂസ് ചെയ്തിരുന്നത് മെയിനായിട്ട് ഫോറിൻ ട്രേഡിന് വേണ്ടി തന്നെയായിരുന്നു. റോമൻസ് തന്നെയായിരുന്നു സദേൺ മോസ്റ്റ് പോർഷനിൽ ഫസ്റ്റ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവർ പണ്ടേ ഉണ്ടായിരുന്നു ആ ഒരു ട്രേഡ് ലിങ്ക്. കാരണം ഏർലിയസ്റ്റ് കോയിൻസൊക്കെ ആ ഒരു റീജിയന് നമ്മൾ ഡിസ്കവർ ചെയ്തിരുന്നു. റോമൻസിന് മെയിനായിട്ട് വേണ്ടിയിരുന്നത് നമ്മുടെ സ്പൈസസ് ആയിരുന്നു. അതുപോലെ തന്നെ അയൺ ഗുഡ്സ് മെയിൻ എസ്പെഷ്യലി കട്ട്ലറി ആയിരുന്നു കൂടുതലായിട്ടും ഇവിടെ നിന്ന് സപ്ലൈ ചെയ്തിരുന്നത്. പിന്നീട് നമ്മൾ റോമൻ എംപയറും ആയിട്ട് മറ്റൊരു രീതിയിലൊരു ട്രേഡ് ലിങ്ക് ഉണ്ടായിരുന്നു. മെയിനായിട്ട് ചൈനയിൽ നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നും നമ്മൾ കുറേ ആർട്ടിക്കിൾസ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഇന്ത്യ വഴി എന്ത് ചെയ്യും, ഈസ്റ്റേൺ റോമൻ എംപയറിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. പക്ഷേ ചൈന സിൽക്ക് റൂട്ട് വഴി സിൽക്ക് ഡയറക്റ്റായിട്ട് റോമൻ എംപയറിൽ എത്തിച്ചിരുന്നു. നോർത്തേൺ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ വഴിയായിരുന്നു ചൈന ഡയറക്റ്റായിട്ട് റോമനുമായിട്ട് സിൽക്കിൻ്റെ ട്രേഡിങ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ട്രേഡിങ്ങിന് ഡിഫിക്കൽട്ടീസൊക്കെ വരാൻ തുടങ്ങിയത് പാർത്തിയൻസ് ഇറാനിൽ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സിൽക്ക് ഡൈവേർട്ട് ചെയ്ത് നോർത്ത് വെസ്റ്റേൺ പാർട്ട് വഴിയൊക്കെ ആയിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. ഇനി തിരിച്ച് റോമൻസ് ഇവിടേക്ക് എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്തു എന്ന് വെച്ചാൽ മെയിനായിട്ട് വൈൻ ബോട്ടിൽസ് ആയിരുന്നു, അതായത് വൈൻ ആംഫോറ. അതുപോലെ തന്നെ വേരിയസ് പോട്രീസ്. ഇവർ കൊണ്ടുവന്നിട്ടുള്ള പോട്രീസ് നമ്മൾ വെസ്റ്റ് ബംഗാളിലെ താംലുക്ക്, അരിക്കമേഡു, പോണ്ടിച്ചേരി ഈ റീജിയനിലൊക്കെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ലെഡ് കോയിൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെഡ് നമ്മുടെ ഇന്ത്യയിൽ അത്ര അവൈലബിൾ അല്ല, അത് കിട്ടിയിരുന്നത് റോമിൽ നിന്ന് തന്നെയായിരുന്നു. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എംപയറർ പറയുകയാണെങ്കിൽ ട്രേജൻ, റോമൻ എംപയറാണ്. അദ്ദേഹം പേർഷ്യൻ ഗൾഫ് കോൺകർ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് പേർഷ്യൻ ഗൾഫുമായിട്ടും ഒരു ട്രേഡ് ലിങ്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ട്രേജന് ശേഷമാണ് ആ ഒരു പേർഷ്യൻ ഗൾഫിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ ഈ ഒരു റോമൻസ് നോർത്ത് വെസ്റ്റ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഒക്കെ എന്ത് ചെയ്തു, കോൺക്വസ്റ്റ് ചെയ്തതോടെ ആ റീജിയനിൽ റോമൻ ഒബ്ജക്ട്സ് വരാൻ തുടങ്ങി. ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഒബ്ജക്ട്സ് ഉണ്ട്. ബൗൾസ് ആണെങ്കിലും ലാർജ് ഗ്ലാസ് ജാർസ്, സ്റ്റീൽ യാർഡ്സ്, ബ്രോൺസ് സ്റ്റാൻഡ്സ്, വെയ്റ്റ്സ്, ജഗ്സ്, വെസൽസ്, ബ്രോൺസ് സ്കൾപ്ചേഴ്സ്, സിൽവർ ഓർണമെൻറ്റ്സ്, ബ്രോൺസ് പോട്ട്സ്, കോയിൻസ് മെയിനായിട്ട് ഗോൾഡും സിൽവറും തന്നെയായിരുന്നു. സതവാഹനാസും കുഷൻസുമാണ് റോമൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്സ് നേടിയിട്ടുള്ളത്. പക്ഷേ മെയിനായിട്ട് റോമൻ റൈറ്റിങ്സ് ഒക്കെ ചെക്ക് ചെയ്യുവാണെങ്കിൽ AD 74 പറയുന്നുണ്ട് ഈ റോമൻസിൻ്റെ ഗോൾഡ് മുഴുവൻ ഇന്ത്യയിലേക്കായിരുന്നു ഒഴുകിയത്. നമ്മുടെ ഗോൾഡിൻ്റെ അവൈലബിലിറ്റി മൊത്തം ഇന്ത്യ കാരണം തകരുവാണെന്നുള്ളൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ AD 22 പറഞ്ഞിട്ടുണ്ട് റോമൻ്റെ എക്സ്പെൻഡിച്ചർ മുഴുവൻ പെപ്പറിന് വേണ്ടിയാണ് പോകുന്നത്. ഒരു ലാർജ് എക്സസീവ് എക്സ്പെൻഡിച്ചറാണ് പെപ്പറിന് വേണ്ടി റോമൻ എംപയർ കളയുന്നത് എന്നുള്ളതും പറയുന്നുണ്ട്. സാൻസ്ക്രിറ്റിൽ പെപ്പറിനെ യവനപ്രിയ എന്നാണ് പറയുന്നത്. ഈ ഒരു ഗോൾഡ് കോയിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പോസ്റ്റ് മൗര്യൻ പീരീഡ് പറഞ്ഞപ്പോൾ ഇൻഡോ ഗ്രീക്സ് ഒന്നും അധികം ഗോൾഡ് കോയിൻസ് ഒന്നും ഇഷ്യൂ ചെയ്തിരുന്നില്ല. പക്ഷേ കുഷൻസ് പീരീഡിലേക്ക് എത്തുമ്പോൾ കൺസിഡറബിൾ ആയിട്ടുള്ള റേറ്റിൽ അവർ ഇഷ്യൂ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ഫുള്ള് യൂസ് ചെയ്യുന്ന ഗോൾഡ് എല്ലാം കോയിൻസ് എല്ലാം റോമനിൽ നിന്ന് വന്നിട്ടുള്ള ഗോൾഡ് വെച്ചിട്ടാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇറാനിയൻ എംപയറിൽ നമ്മൾ ഇന്ത്യ
320 ടാലറ്റ്സ് ഓഫ് ഗോൾഡ് കൊടുത്തിരുന്നതായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ കുഷൻ കോയിൻസും ഗോൾഡ് കോയിൻസും റോമനിൽ നിന്നാണെന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗോൾഡ് മൈൻ ചെയ്തേക്കുന്നത് മെയിനായിട്ട് സിന്ധ് റീജിയൻ, അതുപോലെ തന്നെ കർണാടകയിലെ കോളാർ ഫീൽഡ്സ്, അതുപോലെ ഡാൽബം റീജിയൻ ഇൻ ബീഹാർ, ഈ റീജിയനിൽ നിന്നൊക്കെയാണ് ഗോൾഡ് മൈൻ ചെയ്തേക്കുന്നത്. കുഷൻസിൻ്റെ കോയിൻസ് നോക്കുകയാണെങ്കിൽ ദിനാർ ടൈപ്പ് കോയിൻസ് ആണ് യൂസ് ചെയ്തത്. ഈ ദിനാർ ടൈപ്പ് കോയിൻസും റോമൻ ഇൻഫ്ലുവൻസ് ആണ്. ഗുപ്ത റൂളാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന. ആ കാലഘട്ടത്തിൽ ഈ ദിനാർ ടൈപ്പ് കോയിൻസ് തന്നെയായിരുന്നു അവർ കണ്ടിന്യൂ ചെയ്തിരുന്നത്. ഈ ഗോൾഡ് കോയിൻസ് ഡെയിലി ട്രാൻസാക്ഷൻസിനൊന്നും യൂസ് ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് അതിന് പകരം ലെഡും പോട്ടിനും കോപ്പറും കൊണ്ടുള്ള കോയിൻസൊക്കെ ഇവർ നിർമ്മിച്ചിരുന്നത്. ഇനി മെയിനായിട്ട് പറയേണ്ടത്, പെട്ടെന്നാണ് ഒരു ഡിക്ലൈൻ സ്റ്റേജ് വന്നത്. അപ്പം ഡിക്ലൈൻ സ്റ്റേജ് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് അർബൻ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ക്രാഫ്റ്റ്സും കൊമേഴ്സും ഒക്കെ വളരെ കൂടി, അതുപോലെ മണി യൂസേജും കൂടിയതോടുകൂടി അർബനൈസേഷന് പ്രൊമോട്ട് ചെയ്തു. ഇമ്പോർട്ടൻറ്റ് ടൗൺസ് ഒക്കെ പറയുകയാണെങ്കിൽ വൈശാലി, പാടലിപുത്ര, വാരണാസി, കൗസാംബി, ശ്രാവസ്തി, ഹസ്തിനപൂർ, മധുര, ഇന്ദ്രപ്രസ്ഥ എന്ന് പറഞ്ഞാൽ ഡൽഹിയാണ്. ഈ ഒരു റീജിയനൊക്കെ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി, എസ്പെഷ്യലി കുഷൻ പീരീഡിൽ. അപ്പം പക്ഷേ സാതവാഹനാസിൻ്റെ ഏജിന് ശേഷം പോസ്റ്റ് മൗര്യൻ പീരീഡ് ഒരു ഡിക്ലൈൻ ഫേസിൽ തന്നെ ആയിരുന്നു. അതുപോലെ ട്രേഡ് ലിങ്ക് ഒക്കെ ബാൻ ചെയ്യാൻ തുടങ്ങി, അവരുടെ ഗോൾഡ് ഡ്രെയിൻ ഔട്ട് ആവുന്നു, അതുപോലെ സ്പൈസസിന് വേണ്ടി എക്സസീവ് എക്സ്പെൻഡിച്ചർ ആവുന്നു. ഈ ഒരു കാരണമൊക്കെ കൊണ്ട് തന്നെ അവർ ട്രേഡ് ലിങ്ക് ഒക്കെ കുറയാൻ തുടങ്ങി. അതുപോലെ 3rd century AD ഒക്കെ ആയപ്പോഴേക്കും ടൗൺസിലൊന്നും ആർട്ടിസൻസിനെ മെർച്ചൻസിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥയെ, അങ്ങനെ എല്ലാത്തിനും ഒരു ഡിക്ലൈൻ സ്റ്റേജിലേക്ക് എത്തി. അങ്ങനെയാണ് എന്ത് ചെയ്തത്, പുതിയൊരു ഡൈനാസ്റ്റിയുടെ ഡെവലപ്മെൻ്റ് ആവുന്നത്. അതാണ് ഗുപ്ത പീരീഡ്. ഒരു ഗോൾഡൻ ഏജ് തന്നെയാണെന്ന് പറയാം. അതായത് പൊളിറ്റിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ആണ് പോസ്റ്റ് മൗര്യൻ പീരീഡ്, അതായത് ഡാർക്ക് ഏജ് ആണെന്ന് പറയാം. അതിൽ നിന്നും ഒരു ഗോൾഡൻ ഏജിലേക്ക് പോവുകയാണ് നമ്മൾ. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗുപ്ത പീരീഡിനെ പറ്റിയാണ് പഠിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.